ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് പെസഹ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ പെസഹ തിരുനാൾ ആശംസകൾ. ഇന്ന് എല്ലാവരും പള്ളിയിൽ പോവുകയും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരുടെയും വീട്ടിൽ നിന്നുണ്ടാക്കുന്നത് എന്താണ്? പെസഹ അപ്പവും പെസഹ പാലുമാണ്. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. പെസഹ അപ്പമല്ല, വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പെസഹായ്ക്ക് വട്ടയപ്പമാണ് നമുക്ക് പള്ളിയിൽ നിന്ന് തരുന്നത്. ചില പള്ളികളിൽ കേട്ടോ, എല്ലാ പള്ളികളെയും ഞാൻ പറയുന്നില്ല, ചില പള്ളികൾ മാത്രം ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. വട്ടയപ്പം ഉണ്ടാക്കുന്നവരും ഉണ്ട്. പിന്നെ നമ്മളുടെ നെയ്ബേഴ്സിനൊക്കെ നമ്മളിന്ന് ഷെയർ ചെയ്യാറുണ്ട് ഉണ്ടാക്കിയിട്ട്. അതൊക്കെ പണ്ട് പുരാതനമായിട്ട് എല്ലാവരും അനുഷ്ഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ പോകേണ്ട ടൈമിലാണെങ്കിൽ അവർ എത്ര വിളിച്ചു കഴിഞ്ഞാലും അവർ എണ്ണീക്കില്ല. പക്ഷേ സ്കൂളില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എനർജറ്റിക്കായിട്ട് എല്ലാ മടിയന്മാരും മടിച്ചുകളും ടപ്പേന്ന് അമ്മമാരുടെ കൂടെ എണ്ണീറ്റ് കിച്ചണിൽ കയറി ഇതുപോലെ കുക്ക് ചെയ്യാൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ. പക്ഷേ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. തീയും കരണ്ടും ഒക്കെയാണ്. നമ്മളുടെ രണ്ട് കണ്ണും അവരുടെ മുകളിൽ തന്നെ വേണം ഇങ്ങനെയുള്ള സമയത്ത്. പിന്നെ ഇനി ഒട്ടും പറ്റാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എണീറ്റ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇവിടെ മമ്മിയുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ വലിയവരെ പോലെ തന്നെയാണ് കേട്ടോ എൻ്റെ മോളും. ഇങ്ങനെ ഒരു പൊട്ടും പൊടിയും പോലും താഴെ കളയാതെ വളരെ നീറ്റായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ തലവേദനയില്ല ആളിനെ അടുക്കളയിൽ കയറ്റിയാൽ തന്നെ. പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുറച്ച് മുന്നേ എന്നുവെച്ചാൽ വളരെ കുറച്ച് നാൾ മുന്നേ കണ്ടുവരുന്നൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഭയങ്കര അഡിക്ഷനായ ഒരു സമയമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുവിധം കുഞ്ഞുങ്ങളെല്ലാം അമ്മമാർക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻസൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പം നമ്മളൊക്കെ അമ്മമാർ കുറച്ചുകൂടെ പിള്ളേരെ മൊബൈലൊക്കെ കാണിക്കാതെ മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുത്തി ഇരിക്കുകയാണ് രീതി അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. കുറച്ച് നാൾ മുന്നേ നമ്മളുടെ ജോലി തിരക്ക് കാരണം നമ്മൾ മൊബൈലൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ശരിയാണ്, കുഞ്ഞുങ്ങളുടെ കണ്ണിനും തലയ്ക്കും ബുദ്ധിക്കും ഒക്കെ കേടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ കൊടുക്കാറില്ല. മാക്സിമം നമ്മൾ വേറെ ആക്ടിവിറ്റീസിലൊക്കെ അവരെ എൻഗേജ്ഡ് ആക്കി വെക്കും. അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഒരുവിധം നല്ലത്. പിന്നെ നമ്മളുടെ അപ്പം ഇവിടെ ആൾ അടച്ചു വെച്ചു കേട്ടോ. അപ്പത്തിലെല്ലാം സാധാരണഗതിയിൽ ഞാൻ ചേർത്തുകൊണ്ടിരുന്നത് റേസിൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് നല്ല പഴുത്ത മധുരമുള്ള നല്ല നാടൻ ഏത്തക്കായ ഉണ്ടായിരുന്നുകൊണ്ട് അതാണ് കേട്ടോ ചേർത്തത്. സോറി, എൻ്റെ നാവൊന്ന് ഇടറിപ്പോയി, സോറി ഗൈസ്. അപ്പം ആളിപ്പം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏത്തക്കയാണ് കേട്ടോ. കുറച്ച് ഒരു ഹാഫ് വേവായി കഴിഞ്ഞാൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഡാളിൻ്റെ ഒരെണ്ണം താഴെപ്പോയി, സാരമില്ല, ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ മാവിൻ്റെ അടിയിൽ പോവും. അപ്പം അത് മുകളിൽ ഇങ്ങനെ സെറ്റായിട്ട് കിടന്നോളും കേട്ടോ. ആൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് പക്ഷേ കൂടെ വേറൊരാളുടെ ഹെൽപ്പിനുണ്ടെങ്കിൽ ഓക്കെ, അടുക്കളയിൽ നിർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിർത്താവൂന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണല്ലോ കിച്ചണിലെല്ലാം. അത് ഈ ഒരു ഏജിലൊക്കെ ആവുമ്പോൾ അങ്ങനെയാണ്. എന്നിരുന്നാലും അമ്മമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. പിള്ളേർ ആണെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ ചെയ്തോളും. ശരിക്കും അവരങ്ങ് എൻഗേജ്ഡ് ആയിട്ടിരുന്നോളും. നമുക്കും സന്തോഷമാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനൊക്കെ നല്ലതാണ് ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. ചെറുപ്പം തൊട്ടേ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വലുതാകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരും കൂടെ കൂടും, മടിയില്ലാതെ. അതേ ആളുടെ സന്തോഷം നോക്കിക്കുക, എല്ലാവരെയും കിടന്ന് വിളിക്കുക കേട്ടോ. അങ്ങനെ നമ്മളുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ പെണ്ണെന്താണ് ഇങ്ങനെ കിടന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. എല്ലാവരെയും പോലെ തന്നെ എനിക്കും യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരും വ്യത്യസ്തമായ രീതിയും വ്യത്യസ്തമായ സ്വഭാവക്കാരും ഒക്കെയാണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ചിലർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് വേറെ സന്തോഷം കൂടി ഉണ്ടായൊരു ദിവസമാണ്. ഇന്ന് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ. വെറും 7 ഡേയ്സ് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ഗ്രോത്ത് ഉണ്ടായത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനൊരു വീഡിയോ ഇട്ടാൽ ഇങ്ങനെ ആളുകൾ കാണുമെന്നോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നോ വിചാരിച്ചില്ല. ആരാണ് എന്നെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. ചെയ്ത എല്ലാവർക്കും, ആരോടും റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് 1000 നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആരും മോശം കമൻറ്റ്
കമൻസ് ഒന്നും ഇട്ട് ദൈവത്തെ ഓർത്ത് വിഷമിപ്പിക്കില്ല കേട്ടോ. ഒരു വീഡിയോ ഇനി മോശമായിക്കോട്ടെ വളരെ നന്നായിട്ട് എടുത്തതായിക്കോട്ടെ, അത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ കമൻറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അതേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആൾ ചായയും കാപ്പിയും ഒന്നും വേണ്ട, നേരെ ആൾക്ക് ജ്യൂസാണ് കേട്ടോ ഇഷ്ടം. എല്ലാ ദിവസവും ഫ്രഷ് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കുടിക്കുന്ന പതിവ്. ഒന്ന് ഈ വീട്ടിലെ കരിക്കോ കാര്യങ്ങളോ ഒക്കെയാണ് കുടിക്കുക. പക്ഷേ ഇടയ്ക്കൊരു ചേഞ്ച് ആവാമല്ലോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.